നമുക്കൊന്നിച്ച് ഈ രാത്രിയില് ദിവസത്തിലായിരിക്കാനായിട്ട് ദൈവം കൃപയതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിൽ നിന്ന് 16, 17, 18 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 16, 17, 18. നമ്മളവിടെ ഇങ്ങനെയാണ് 16-ാമത്തെ വാക്യം ഇങ്ങനെ തുടങ്ങുന്നത്. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്മേൽ തേജസ് പ്രാപിച്ച അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അതിൽ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നമ്മുടെയൊക്കെ ഒരു പ്രശ്നം, നമ്മൾ ഈ വചനങ്ങൾ വായിക്കുമ്പം നമ്മൾ അതിനെക്കുറിച്ച് അധികം ധ്യാനിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഉപരിതലത്തിലൂടെ ഒരു യാത്രയിലായിരിക്കുന്നത്. അതിൻ്റെ ആത്മീയ അർത്ഥങ്ങൾ, ആഴത്തിലുള്ള അർത്ഥങ്ങൾ നമുക്ക് പലപ്പോഴും കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല. ഈ വാക്യത്തിൽ നമ്മൾ ചിന്തിക്കുമ്പം കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. അപ്പൊ നമുക്കറിയാം, കർത്താവിലേക്ക് തിരിയുക എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു ഡയറക്ഷനിലായിരുന്നു ഇത്രയും കാലം പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു ദിശയിൽ നിന്ന് നമ്മൾ കർത്താവിലേക്ക് തിരിയുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പോയിക്കൊണ്ടിരുന്ന ദിശ എന്ന് പറയുന്നത് എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേണ്ട മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയാവിനെയും അനുസരിച്ച് നടന്നു. 3-ാം വാക്യം: അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നിടത്തു നിന്നാണ് നമ്മൾ കർത്താവുമായുള്ള ഒരു കണ്ടുമുട്ടൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ തിരിയുന്നത് ഇപ്പൊ നമ്മൾ ഈ 2-3 വാക്യങ്ങൾ വായിച്ച കാര്യങ്ങളിലാണ്. ഒന്നാമത് പറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേണ്ട മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയാവിനെ അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരക്കും ഇഷ്ടമായി ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. അപ്പൊ ആ ഒരു തലത്തിൽ നിന്നാണ് നമ്മൾ കർത്താവിലേക്ക് തിരിയുന്നത്. നമ്മള് സാഗ്രഹത്തിൽ നിന്ന് നിരന്തരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. 1 തെസ്സലോനിക്കർ 5:23 അവിടെ നമ്മൾ വായിക്കുമ്പം ഇങ്ങനൊരു വാക്യം വായിക്കുന്നു. 1 തെസ്സലോനിക്കർ 5:23 സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അപ്പൊ മനുഷ്യൻ ദൈവത്തെ പോലെ തന്നെ മനുഷ്യനും ഒരു തൃത്വമാണ്. ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 ആളത്വങ്ങളിൽ വസിക്കുന്ന ഏകദൈവമായിരിക്കുന്ന പോലെ തന്നെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പം ആത്മാവും പ്രാണനും ദേഹവും എന്നുള്ള ആ ഒരു തൃത്വത്തിൽ തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പൊ ദൈവത്തെ സംബന്ധിച്ചുള്ള പ്രത്യേകത, ഈ 3 വ്യക്തിത്വങ്ങളും 3ആയിട്ട് നിൽക്കുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒന്നായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകതയാണ് ഉള്ളത്. നമ്മള് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ദൈവം മനുഷ്യനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി 6:3 അവിടെ നമ്മൾ ഇങ്ങനാണ് വായിക്കുന്നത്: ദൈവം മനുഷ്യനെ നോക്കിയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഉൽപ്പത്തി 6:3. പക്ഷെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പം അവന്റെ മൂക്കിൽ ജീവന്റെ ശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു നമ്മൾ വായിക്കുന്നത്. പക്ഷെ പാപം ചെയ്ത മനുഷ്യനോടുള്ള ബന്ധത്തിലാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് അവൻ കേവലം
അവൻ ജഡം തന്നെയല്ലോ. അവൻ ജഡമെന്ന് പറയുമ്പോഴും നമുക്ക് പലപ്പോഴും ഒരു വ്യക്തത ഉണ്ടാവാറില്ല. നമുക്കിങ്ങനെ സ്പർശിച്ചറിയാൻ കഴിയാത്ത ഏതൊരു തലമാണെന്നാണ് എപ്പോഴും നമ്മൾ ജഡത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. നമ്മൾ ജഡത്തോടുള്ള ബന്ധം മനസ്സിലാകുന്ന ദൈവത്തിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, ആത്മാവ് മരിച്ച ഒരു മനുഷ്യനെയാണ് ജഡമെന്ന് ദൈവം വിളിച്ചത്. മൃഗതുല്യനായ അവസ്ഥയിലായിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് ദൈവം ജഡമെന്ന് വിളിച്ചത്. മനുഷ്യനോടുള്ള ബന്ധത്തിൽ 3 തലങ്ങളുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു. ആത്മാവ്, ദേഹി, ദേഹം. പാപം ചെയ്യുക വഴി ആദാം അല്ലെ മനുഷ്യൻ ആത്മാവിൽ മരിച്ചതിന് ശേഷം അവനിൽ അവശേഷിക്കുന്നത് ദേഹിയും ദേഹവും മാത്രമാണ്. നമുക്കറിയാം, ഈ എല്ലാ മനുഷ്യനിലും ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ഹൃദയം നമുക്ക് കാണാൻ കഴിയും. ആദിവാസികളാണെങ്കിൽ പോലും അവര് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിന് പാടുകയൊക്കെ ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ മനുഷ്യൻ, വീണ്ടും ജനിക്കാത്ത ഒരു മനുഷ്യനും ദൈവത്തെ അന്വേഷിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. അവിടെ അവൻ ദൈവത്തെ അന്വേഷിക്കുന്നത് അവന്റെ ദേഹിയുടെ തലത്തിൽ നിന്നുകൊണ്ടാണ്. ദേഹിക്ക് 3 തലങ്ങളുണ്ടെന്ന് നമുക്കറിയാം: മനസ്സ്, വികാരം, ഇച്ഛ. അവൻ പലപ്പോഴും അവന്റെ മനസ്സുകൊണ്ടാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്. വീണ്ടും ജനിക്കാത്ത ഒരു മനുഷ്യൻ അവന്റെ മനസ്സുകൊണ്ടാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്, അവന്റെ വികാരങ്ങൾ കൊണ്ടാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്. എന്നാൽ നമ്മള് വീണ്ടും ജനിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മൾ എഫേസ്യരിൽ 2-ാം അധ്യായം വായിച്ചതുപോലെ 3-ാം വാക്യം, ജഡത്തിനും മനോവികാരങ്ങൾക്കും ആ തലത്തിൽ നിന്ന് നമ്മൾ ആത്മാവിലേക്ക് തിരിയുന്നു. അപ്പൊ നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിലിട്ട് നടത്തുന്ന ഒരു പരിവർത്തനത്തിന് അനന്തര ഫലമായിട്ടാണ് നമ്മൾ ആത്മാവിൽ വീണ്ടും ജനിക്കുന്നത്. അങ്ങനെ ജഡമെന്ന് വിളിക്കപ്പെട്ട ഒരു മനുഷ്യൻ വീണ്ടും ജനിച്ചു കഴിയുമ്പം അവന്റെ ജീവിതത്തിന്റെ പ്രാധാന്യം കിട്ടുന്നത് ഈ ആത്മാവിന്റെ തലത്തിലാണ്. കാരണം ആത്മാവിന് മാത്രമേ ദൈവത്തെ കണ്ടെത്താനും ദൈവത്തെ അറിയാനും ദൈവത്തെ കേൾക്കാനും ദൈവത്തെ അനുഗമിക്കാനും കഴിയത്തുള്ളൂ. ദേഹിയുടെ തലത്തിൽ ഒരു കാരണവശാലും ദൈവത്തെ അറിയേണ്ടിവണ്ണം അറിയാൻ പറ്റത്തില്ല. ഇപ്പൊ ദേഹിയുടെ തലത്തിൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് അറിയുമ്പം, റോമാലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഈ പ്രകൃതിയെല്ലാം കാണുമ്പോൾ നമ്മുടെ ബുദ്ധിയിൽ നമുക്കറിയാം ഇതിന്റെ പിമ്പിലൊരു സൃഷ്ടികർത്താവുണ്ട്, ഒരു ദൈവം ഉണ്ടെന്ന് നമ്മൾ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ആ ബുദ്ധി കൊണ്ടുള്ള മനസ്സിലാക്കൽ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തത്തില്ല. നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ അന്വേഷിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ബന്ധത്തിൽ യെശയ്യാ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ, യെശയ്യാ പ്രവചനം അതിന്റെ 28-ന്റെ 26-ന്റെ 9-ാമത്തെ വാക്യത്തിൽ, 26-ന്റെ 9-ൽ അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നത്, 8 മുതലുള്ള വാക്യങ്ങൾ: അതേ യഹോവേ, നിന്റെ ന്യായവിധികളുടെ പാതയിൽ ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. നിന്റെ നാമത്തിനായിട്ടും നിന്റെ സ്മരണയ്ക്കായിട്ടും ഞങ്ങളുടെ ഉള്ളം വാഞ്ചിക്കുന്നു. എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ചു. എൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവ് കൊണ്ട് തന്നെ ഞാൻ ജാഗ്രതയോടെ നിന്നെ അന്വേഷിക്കും. അപ്പൊ നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നത് ഈ തലത്തിൽ നിന്നുകൊണ്ട് വേണം, ആത്മാവ് കൊണ്ട് വേണം. ഇപ്പം ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം നമുക്കറിയാം. മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് ഈ ആത്മാവിനാലാണ് അവൻ നയിക്കപ്പെട്ടിരുന്നത്. അവന്റെ ആത്മാവിന്റെ തലത്തിലാണ് അവൻ ദൈവത്തെ അനുഗമിച്ചിരുന്നത്. പാപം ചെയ്യുക വഴി ആത്മാവിൽ അവൻ മരിച്ചു. അതോടുകൂടി ദൈവമുള്ള എല്ലാ സംസർഗങ്ങളും അവന് നഷ്ടപ്പെട്ടു. അവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. മാനസാന്തരപ്പെട്ട് നമ്മൾ ദൈവത്തെങ്കിലേക്കാണ് തിരിയുന്നത്. അപ്പോസ്തല പ്രവൃത്തി നമ്മളത് വായിക്കുന്നുണ്ട്. മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയണമെന്നുള്ളൊരു സന്ദേശം 15-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ദൈവത്തെങ്കിലേക്ക് തിരിയാന്ന് പറയുന്ന ആ കാര്യമാണ് നമ്മൾ 2 കൊരിന്ത്യർ 3-ന്റെ 16 വായിച്ചത്, കർത്താവിങ്കിലേക്ക് തിരിയുക. അപ്പൊ നമുക്കറിയാം യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം ആത്മാവിലാണ് നമ്മളിൽ വസിക്കുന്നത്. കർത്താവ് ആശ്ചര്യമായിട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. ഇന്ന് കർത്താവിന്റെ സാന്നിധ്യം നമ്മൾ ആത്മാവിൽ അനുഭവിച്ചറിയുന്നു. അപ്പൊ നമ്മളെ വീണ്ടും ജനിച്ച ആത്മാവ് മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ്, അല്ലെ പാപനിമിത്തം മരിക്കുന്നതിന് മുമ്പ്, അവന്റെ ആത്മാവ് പരിശുദ്ധാത്മാവിന്റെ പിന്നാലെ ആണ് ദൈവത്തോടുള്ള ബന്ധത്തിൽ നടന്നുകൊണ്ടിരുന്നത്. അവൻ മരിക്കുന്നതോടുകൂടി അവന്റെ ആത്മാവ് മരിച്ചു,
പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവന് നഷ്ടപ്പെടുന്നു. വീണ്ടും ജനിക്കുമ്പം വീണ്ടും നമ്മുടെ മരിച്ച മൃദുവായ ആത്മാവ് വീണ്ടും ജനിക്കുന്നു. അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുടെ അനന്തരഫലമായിട്ടാണ് അത് വീണ്ടും ജനിക്കുന്നത്. ഉൽപ്പത്തി 1 നമ്മൾ വായിക്കുന്നുണ്ട്, ഭൂമി പാഴ് ശൂന്യമായിരുന്നു, ആഴത്തിന്മേലെ ഇരുളുണ്ടായിരുന്നു, ഇരുളിന്റെ മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ആ പരിവർത്തിച്ചുകൊണ്ടിരുന്ന ആ ഭൂമിയെ നോക്കിയിട്ടാണ് ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച് വെളിച്ചമുണ്ടായി എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മൃദുവായ ആത്മാവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുകയും ദൈവത്തിന്റെ വചനം കൽപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നത്. അങ്ങനെ വീണ്ടും ജനിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അവന്റെ ആത്മാവ് കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പിന്നാലെ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു യാത്ര ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആത്മാവിൽ വീണ്ടും ജനിച്ചതിന് ശേഷം നമ്മുടെ ആത്മാവ് അനുസരിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. പക്ഷെ നമ്മൾ ഇതുവരെ നടന്നത് ആ നിലയിലായിരുന്നില്ല. നമ്മൾ എഫീസിയൻസ് വായിച്ചതുപോലെ ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടം അത് ചെയ്തുകൊണ്ടാണ് നമ്മൾ നടന്നത്. അപ്പം വീണ്ടും ജനിച്ചതിന് ശേഷവും നമുക്ക് അതേ നിലയിൽ തന്നെ നടക്കാനായിട്ട് കഴിയും. ഒന്നുകിൽ നമുക്ക് നമ്മുടെ ആത്മാവ് കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പിന്നാലെ നടക്കാം, അല്ലെങ്കിൽ നമ്മുടെ ദേഹിയുടെ തലത്തിൽ നമുക്ക് നമ്മുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും പിന്നാലെ ഒരു യാത്രയിലായിരിക്കാനായിട്ട് കഴിയും. നമ്മൾ എന്തുകൊണ്ടാണ് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാത്തതെന്ന് ചോദിച്ചാൽ അതിന്റെ അടിസ്ഥാന കാരണം ഇതാണ്: നമ്മൾ ആത്മാവിലേക്ക് തിരിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ജഡമെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ദേഹിയും ശരീരവും കൂടി ചേർന്ന ഒന്നിനെയാണ് ദൈവം ജഡമെന്ന് വിളിച്ചത്. നമ്മൾ ഒരിക്കലും അതിന്റെ പിന്നാലെ നടന്നവരാണ്, അതിനെ അനുസരിച്ച് നടന്നവരാണ്, അതിന്റെ ഇഷ്ടം മാത്രം ചെയ്തവരാണ്. എന്നാൽ നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മൾ ഇനി ഒരിക്കലും അങ്ങോട്ട് തിരിയാതെ നേരെ ആത്മാവിലേക്ക് തിരിയണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ്. അങ്ങനെ നമ്മൾ ആത്മാവിലേക്ക് തിരിയുമ്പോൾ തുടർന്ന് ഈ 2 കൊരിന്ത്യർ 3:16 കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകുമെന്ന് പറഞ്ഞിട്ട് 17-ാം വാക്യത്തിൽ പറയുന്നത് കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ നമ്മള് കർത്താവിലേക്ക് തിരിയാന്ന് പറയുമ്പോൾ ഇവിടെ ആശരികമായിട്ട് തന്നെ അർത്ഥമാക്കുന്നത് പരിശുദ്ധാത്മാവിലേക്ക് തിരിയുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്തിനാ നമ്മൾ പരിശുദ്ധാത്മാവിലേക്ക് തിരിയുന്നത്? ആ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടാനായിട്ടാണ്. അതുകൊണ്ടാണ് കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ നിരന്തരമായിട്ടൊരു ഏറ്റുപറച്ചിൽ നടത്തിയത്: ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ അത്രേ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളെ വീണ്ടും ജനിപ്പിച്ചതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. നമ്മുടെ ഇഷ്ടം ചെയ്യാനല്ല, ദൈവേഷ്ടം ചെയ്യാനാണ്. പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, ഈ ലോകം അതിന്റെ മോഹം ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനും എന്നേക്കും ജീവിക്കുന്നു. അപ്പൊ നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മുടെ ഇഷ്ടം ചെയ്യാനല്ല, ദൈവേഷ്ടം ചെയ്യാനായിട്ടാണ്. പക്ഷെ നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത് നമ്മുടെ ഇഷ്ടം ചെയ്യാനാണ്. കാരണം നമ്മൾ ഒരിക്കൽ നടന്ന ആ നടപ്പ് നമ്മൾ പലപ്പോഴും വിട്ടുകളയാറില്ല. നമ്മൾ വീണ്ടും ജനിച്ചതിന് ശേഷവും നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് നമ്മുടെ ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായതാ ചെയ്യുന്നത്, അല്ല നമ്മുടെ സ്വന്തം ഇഷ്ടമാണ് ചെയ്യുന്നത്. നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, റോമർ 8:6 ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. 7-ാം വാക്യം, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ കഴിയുന്നതുമല്ല. ആ ജഡമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ദേഹിയും ശരീരവും കൂടി ചേർന്നൊരു തലമാണ്. ഇവിടെ പറയുന്നൊരു കാര്യം, ജഡത്തിന്റെ ചിന്ത അല്ലെ ആ ദേഹിയുടെ ചിന്ത മരണമാണ്. തുടർന്ന് പറയുന്നു, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. അപ്പൊ നമ്മൾ വീണ്ടും ജനിച്ചതിന് ശേഷം ദൈവം നമ്മുടെ ഇച്ഛാശക്തിയെ ആത്മാവിൽ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞ എല്ലാ പരീക്ഷകളിലും ദൈവാത്മാവ് നമ്മുടെ ഇച്ഛാശക്തിക്ക് ബലം തന്നിട്ട് ദൈവേഷ്ടം തിരഞ്ഞെടുക്കാനായിട്ട് നമ്മളെ ഉത്സാഹിപ്പിക്കുക ചെയ്യുന്നത്. ആ കാര്യത്തിൽ ദൈവം ഒരിക്കലും നമ്മുടെ മേൽ നിർബന്ധം ചെലുത്തത്തില്ല. നമുക്കറിയാം, പിശാചി ചെയ്യുന്നൊരു കാര്യം പൊസസ് ചെയ്യുക, അത് ബാധിക്കുക നമ്മൾ പറയുന്നത്. പക്ഷെ ആത്മാവ് ചെയ്യുന്നൊരു കാര്യം, ആത്മാവ് നമുക്ക് തൻ്റെ ഇഷ്ടം കാണിച്ചു തന്നിട്ട് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തരുന്നുണ്ട്. യെശയ്യാപ്രവചനം 30-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. യെശയ്യാവ് 30:21 അതിന്റെ 20 തൊട്ട് നമുക്ക് വായിക്കാം.
കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്നും കേൾക്കും. പലപ്പോഴും നമ്മൾ ഈ പിറകിൽ നിന്ന് കേൾക്കുമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഇങ്ങനെയാണ്, നമ്മുടെ പുറകുവശത്ത് നിന്ന് നമ്മുടെ ചെവി കൊണ്ട് ഒരു ശബ്ദം കേൾക്കും എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന യഥാർത്ഥ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നമ്മൾ 3 തലങ്ങളാണ് സമാനുകൂടാരത്തോടുള്ള ബന്ധത്തിൽ. അതിന് 3 തലങ്ങളുണ്ടായിരുന്നു: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ദൈവത്തിന്റെ സാന്നിധ്യം അതിവിശുദ്ധ സ്ഥലത്തായിരുന്നു എപ്പോഴും ഇറങ്ങി വസിച്ചുകൊണ്ടിരുന്നത്. പ്രാകാരത്തിൽ ഉണ്ടായിരുന്ന വെളിച്ചം സൂര്യന്റെ വെളിച്ചമായിരുന്നെങ്കിൽ വിശുദ്ധ സ്ഥലത്തുണ്ടായിരുന്ന വെളിച്ചം നിലവിളക്കിന്റെ വെളിച്ചമായിരുന്നു. എന്നാൽ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ തേജസ് ആയിരുന്നു അവിടെ വെളിച്ചമായിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരു സമാന കൂടാരത്തെ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരാൾ ആദ്യം കാണുന്നത് പ്രാകാരമാണ്. അതിന് ഉള്ളിലായിട്ടാണ് വിശുദ്ധ സ്ഥലം, അതിൻ്റെയും പുറകിലായിട്ടാണ് അതിപരിശുദ്ധ സ്ഥലം. അപ്പൊ മനുഷ്യനോടുള്ള ബന്ധത്തിലും ദേഹം, ദേഹി, ആത്മാവ്, പിറകിൽ നിന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആത്മാവിൽ നിന്നാണ് ആ ശബ്ദം കേൾക്കുന്നത്. ആ കേൾക്കുന്ന ചെവി എന്ന് പറയുന്നത് നമ്മുടെ പുറമേയുള്ള ചെവിയല്ല, നമ്മുടെ ആന്തരിക ചെവി കൊണ്ടാണ് നമ്മളിത് കേൾക്കുന്നത്. വീണ്ടും ജനിക്കുന്ന ഒരാൾക്ക് ആത്മാവിൻ്റെതായ ഒരു കണ്ണുണ്ട്, ചെവിയുണ്ട്, ഹൃദയമുണ്ട്. ഈ ദൈവത്തിന്റെ വചനം ഗ്രഹിക്കാനായിട്ട് ജഡത്തിന് കഴിയത്തില്ല. അതിന് മനസ്സിലാക്കാനായിട്ട് കഴിയും, ഗ്രഹിക്കാൻ കഴിയത്തില്ല. നമ്മൾ വചനം ഗ്രഹിക്കുന്നുണ്ടല്ലേ നമ്മൾ രൂപാന്തരപ്പെടും. മത്തായിയുടെ സുവിശേഷം, മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. മത്തായി 13:14, നിങ്ങൾ ചെവിയാൽ കേൾക്കും ഗ്രഹിക്കില്ലതാനും, കണ്ണാൽ കാണും ദർശിക്കില്ലതാനും, ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു. അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെ ഇരിക്കേണ്ടതിന് തന്നെ. അപ്പൊ നമ്മുടെ പുറമേയുള്ള ചെവി കൊണ്ടും കണ്ണുകൊണ്ടും നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം വചനത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ പുറമേയുള്ള കണ്ണും ചെവിയും എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ദേഹിയുടെ തലത്തിൽ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നില്ല. കാരണം നമുക്ക് ഒത്തിരി വചനങ്ങൾ അറിയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഞാൻ എപ്പോഴും പറയാറുള്ളത് നമ്മുടെ കുടുംബജീവിതം തന്നെയാണ്. നമ്മുടെ CFC സഭയിലിരിക്കുന്ന എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ, അവരോട് കയ്പായിരിക്കരുത്. ആ വചനം അറിയാത്ത ഭർത്താക്കന്മാർ CFC സഭയിൽ വളരെ കുറവായിരിക്കും. പക്ഷെ അത് അറിഞ്ഞിട്ടും അല്ലെ മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ടത് അനുസരിക്കാൻ കഴിയാത്ത? അതിന്റെ കാരണം നമ്മൾ ദേഹിയുടെ തലത്തിൽ നിന്നാണ് ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്നത്. റോമാലേഖനത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വായിച്ച ആ ഭാഗത്ത് 8-ാം അധ്യായത്തില് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ 8-ാമത്തെ വാക്യത്തിൽ, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ കഴിയുന്നുമില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ജഡം കൊണ്ട് നമുക്ക് ദൈവകൽപ്പന അനുസരിക്കാനായിട്ട് കഴിയത്തില്ല എന്ന് പറയുമ്പം, ന്യായപ്രമാണ കാലത്ത് ജീവിച്ചിരുന്ന യഹൂദനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവര് ഈ ജഡം കൊണ്ട് ഇതനുസരിക്കാനാണ് ശ്രമിച്ചത്, അല്ലെ അവരുടെ ദേഹിയുടെ ശക്തി കൊണ്ട് ഇതനുസരിക്കാനാണ് ശ്രമിച്ചത്. അതവരെ കൊണ്ടെത്തിച്ചൊരു തലമായിരുന്നു പരീശത്വം. പുറമെ ഒരു ഭക്തിയുടെ വേഷം, ശരിയായ ഉപദേശമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, അവർ പറയുന്ന പോലൊക്കെ ചെയ്യണം, ചെയ്യുന്ന പോലെ ചെയ്യരുത്. പുറമേ നോക്കുമ്പോൾ വളരെ ക്ലിയർ ആയ ഒരു ജീവൻ നയിക്കുന്നവരവരെ തോന്നും. പക്ഷേ കർത്താവ് ഹൃദയത്തിൽ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഉള്ളു മുഴുവൻ നിങ്ങൾ ശവക്കല്ലറുകൾക്ക് തുല്യമാണ്, ചീഞ്ഞു നാറുന്ന അവസ്ഥയാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ദേഹിയിൽ ഒരു ക്രിസ്തീവൻ നയിക്കുമ്പം പുറമേ കണ്ടാൽ വളരെ മനോഹരമായിട്ട് തോന്നും. കാരണം നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമ്മൾ ദേഹിയുടെ തലത്തിൽ നിന്ന് അതനുസരിക്കുന്നത്. എന്നാൽ ആത്മാവിൽ അനുസരിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, അത് നമ്മുടെ ഒരു ശ്രമത്തിന്റെ അനന്തരഫലമായിട്ടല്ല സംഭവിക്കുന്നത്.
കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 15 പറഞ്ഞല്ലോ, കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ അതിന് സ്വയമായി കായ്ക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും, അല്ലെ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സ് ആത്മാവിലേക്ക് തിരിക്കുന്നോ, ആത്മാവിൽ വെക്കുന്നോ, അവിടെയാണ് ഈ സത്യം നമ്മൾ ഗ്രഹിക്കാനിടയാകുന്നത്. ഹൃദയം കൊണ്ടാണ് ഗ്രഹിക്കുന്നത്. ആ ഹൃദയം എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ആത്മാവിന്റെ ഒരു ഹൃദയമാണ്. നമുക്കറിയാം ദൈവത്തെക്കുറിച്ച് നമ്മളിങ്ങനെ വായിക്കുന്ന ദൈവം ആത്മാവാകുന്നു. ശമരിക്കാര്യത്തോട് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ സംസാരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു ദൈവം ആത്മാവാകുന്നു, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അത് ഫിലിപ്പിയർ 3:3 വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മാവ് കൊണ്ട് ആരാധിക്കുക എന്നാണ്. കർത്താവ് പറഞ്ഞ ആത്മാവിൽ ആരാധിക്കുക എന്നാണെങ്കിൽ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാര്യം വിശദമാക്കും പറയുന്നത് ആത്മാവ് കൊണ്ട് ആരാധിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആത്മാവ് കൊണ്ട് ആരാധിക്കുക. നമുക്ക് ജഡം കൊണ്ടുള്ള ആരാധന അറിയാം. പഴയ നിയമകാലത്തുണ്ടായിരുന്ന ഒരു കാര്യമാണ് ദേഹിയുള്ള ഒരു ആരാധനയായിരുന്നു. മനസ്സ്, വികാരം ഇതിനാൽ നയിക്കപ്പെടുന്ന ഒരു ആരാധനയായിരുന്നു പഴയ നിയമകാലത്തുണ്ടായിരുന്നത്. അവർ പുറമെ കൈകൊട്ടുന്നു, ഡാൻസ് കളിക്കുന്നു, അനുകൂലമായ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ ദൈവത്തെ സ്തുതിക്കുന്നു, പ്രതികൂലം വരുമ്പോൾ അവർ പിറുപിറുക്കുന്നു, ദൈവത്തിനോട് എതിർത്ത് നിൽക്കുന്നു. അപ്പൊ ശമരിക്കാരി സ്ത്രീയോട് കർത്താവ് പറഞ്ഞൊരു കാര്യം ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്നുള്ളതാണ്. ആത്മാവിൽ എങ്ങനെ ആരാധിക്കുന്നേ? നമുക്കറിയാം ആരാധന എന്ന് പറയുന്നത് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു സാധാരണ പെന്തക്കോസ്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് തൃപ്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ സഭയുടെ മീറ്റിങ്ങുകളിൽ ഒത്തിരി ഒച്ചയും ബഹളവും ആ നിലയിലുള്ള വൈകാരികമായ ചില പ്രകടനങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് തൃപ്തി കിട്ടത്തുള്ളൂ. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പം നമ്മൾ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നത്. റോമർ 12:1 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അപ്പൊ നമ്മൾ പുതിയ കാലത്തെ ആരാധനയില് നമ്മൾ ദൈവത്തിന് നമ്മുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നതാണ്. ആത്മാവിന്റെ ശക്തി കൊണ്ട് നമ്മുടെ അവയവങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത്. അവിടെ ഒച്ച കാണത്തില്ല, ബഹളം കാണത്തില്ല, പുറമേ ഉള്ളവർക്ക് ആർക്കും കാണാൻ കഴിയത്തില്ല എന്താ സംഭവിക്കുന്നതെന്ന്. ഇപ്പം ആകാത്ത വാക്ക് പറയാനുള്ള ഒരു പരീക്ഷ ഉണ്ടാകും നമ്മുടെ നാവ് കൊണ്ട്. നമ്മൾ ആത്മാവിലേക്ക് തിരിയുമ്പം ആത്മാവ് നമ്മളോട് പറയും നിങ്ങളുടെ വായിൽ നിന്ന് ആകാത്ത ഒന്നും പുറപ്പെടരുത്. നമ്മൾ ആ കൃപാസനത്തിലേക്ക് ഓടിച്ചെല്ലുന്നു, കർത്താവേ ഇവിടെ ഞാൻ എൻ്റെ നാവ് കൊണ്ട് ആകാത്ത പറയാൻ സാധ്യതയുണ്ട്, നിന്റെ ആത്മാവിനാൽ എന്നെ ബലപ്പെടുത്തിയതിൽ നിന്ന് എന്നെ രക്ഷിക്കണം, എൻ്റെ നാവിനെ ഇതാ ഞാനൊരു യാഗമായിട്ട് നിനക്ക് തരുന്നു. അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ വില്ലിനെ ശക്തിപ്പെടുത്തിയിട്ട് നിശബ്ദനായിരിക്കാൻ തക്കവണ്ണം നാം നമ്മളെ തന്നെ സമർപ്പിക്കുക ചെയ്യുന്നത്. അവിടെ നമ്മൾ നിശബ്ദരായിരിക്കുന്നിടത്ത് ഒരു ആന്തരിക യാഗം നടക്കുന്നുണ്ട്, ഒരാരാധന നടക്കുന്നുണ്ട്. അതിൻ്റെ സൗരഭ്യമാണ് ദൈവത്തിന് സന്തോഷം നൽകുന്ന ഒരു കാര്യം. ദൈവത്തിന്റെ മൂക്കില് നമ്മൾ ഉൽപ്പത്തി വായിക്കുന്ന പോലെ ഈ സൗരഭ്യം എത്തിയപ്പോൾ ദൈവം സന്തോഷിച്ച് നമ്മൾ വായിക്കുന്ന പോലെ പരീക്ഷകളിൽ നമ്മുടെ നാവിനെ, നമ്മുടെ കണ്ണിനെ, നമ്മുടെ ശരീരത്തെ, അവയവങ്ങളെ ഓരോന്നിനെയും ദൈവേഷത്തിന് വേണ്ടി സമർപ്പിക്കുന്നിടത്ത് ആത്മാവിന്റെ ശക്തിയാൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നിടത്താണ് പുതിയ നിയമത്തിലെ ആരാധന എന്ന് പറയുന്നത്. ആത്മാവ് കൊണ്ട് ആരാധിക്കുക, അല്ലെ ആത്മാവിൽ ആരാധിക്കുക. മറ്റേ പഴനികാലത്തുണ്ടായിരുന്ന ദേഹിയിലുള്ള ഒരു ആരാധനയായിരുന്നു. നമുക്കറിയാം ദാവീദ് പിടിക്കപ്പെട്ടു പോയ ദൈവത്തിന്റെ പെട്ടകം മടക്കി കൊണ്ടുവരുമ്പോൾ ദൈവജനത്തിന് വിരുദ്ധമായി കാളവണ്ടിയിൽ അത് കൊണ്ടുവരും നമ്മൾ കാണുന്നുണ്ട്. കാള വിരണ്ടു, പെട്ടകം ചെരിഞ്ഞു, ഉസ്സ ആ പെട്ടകത്തെ താങ്ങി അപ്പോൾ തന്നെ മരിച്ചുപോയി. ദാവീദ് ഭയപ്പെട്ടു പോയി. അതിനു മുമ്പേ ദാവീദിന് ദൈവഭയം ഉണ്ടായിരുന്നു. പക്ഷെ ഈ സംഭവം ദാവീദിനെ പിടിച്ചു കുലുക്കി കളഞ്ഞു. ദാവീദ് ആ പെട്ടകം അവിടെ വെച്ചിട്ട് കൊട്ടാരത്തിലേക്ക് മടങ്ങി. പിന്നീട് ന്യായപ്രമാണ പ്രകാരം പുരോഹിതന്മാരെ കൊണ്ട് അത് തോളിൽ ചുമപ്പിച്ച് കൊണ്ടിരുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. ദാവീദ് അവിടെയും നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സത്യത്തിൽ എന്ന് പറയുമ്പോൾ ദൈവജനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു തരത്തിൽ ആരാധിക്കേണ്ടിയ, ആത്മാവിലും സത്യത്തിലും. അപ്പൊ നമ്മുടെയും ജീവിതത്തിൽ യഥാർത്ഥ ആരാധന എന്ന് പറയുന്ന, അല്ല ആത്മാവിലുള്ള ആരാധന എന്ന് പറയുന്ന നമ്മുടെ അവയവങ്ങളെ, രണ്ടാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഈ ലോകത്തിന് അനുരൂപപ്പെടരുത്, റോമർ 12:2, നന്മയും
പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിന്റെ ഹിതം അറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ആ മനസ്സിന്റെ പുതുക്കം തരുന്നത് ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. നമുക്കറിയാം, നമ്മളെല്ലാം ഒരു പാട്ടി പാടുന്ന പോലെ തിന്മയേറും വഴികളിൽ ഞാൻ നടന്നകുന്നല്ലോ എന്ന് പാടുന്ന പോലെ നമ്മുടെ ദേഹിയിൽ നമ്മൾ തിന്മകളിൽ നടന്ന് അഭ്യസിച്ചവരാ. എഫെസ്യർ 2:1-3 വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ അവയവങ്ങളെല്ലാം അനീതി ആയുധങ്ങളായിട്ട് പാപത്തിന് സമർപ്പിച്ചവരാ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ. പക്ഷേ നമ്മൾ വീണ്ടും ജനിച്ചതിന് ശേഷം ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ നമ്മുടെ അവയവങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായിട്ട് നമ്മൾ പരീക്ഷകളിൽ അർപ്പിക്കുന്നു. ഓരോ ശോധനകളിലും നമ്മൾ ഏറ്റുപറയുന്ന എൻ്റെ ഇഷ്ടം വേണ്ട, അവിടെ നമ്മുടെ ഇഷ്ടം നമുക്ക് കാണാൻ കഴിയും. നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞതിന് അതിനേക്കാൾ ഇരട്ടി ശക്തി തിരിച്ചു പറയാനാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ ദൈവാത്മാവ് മിക്കപ്പോഴും നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന നിശബ്ദരായിരിക്കാനായിട്ടായിരിക്കും. കാരണം അവിടെ നമ്മൾ തിരിച്ചു പറയുമ്പം നമ്മൾ ജഡം കൊണ്ടാണ് പോരാടുന്നത്. ആത്മാവ് കൊണ്ട് പോരാടുന്നത്, ആത്മാവിന്റെ പോരിന്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല എന്ന് ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല, കോട്ടകളെ എടുപ്പാൻ ദൈവസേനയിൽ ശക്തിയുള്ളവ തന്നെ. അതുകൊണ്ട് ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ ഉയർച്ചകളെയും ദൈവത്തിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കുന്നു എന്നാ പറയുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ഞങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എന്ന് നിരൂപിക്കുന്ന ചിലരോട് ധീരത കാണിപ്പാൻ ഞാൻ ഭാവിക്കുന്നു. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അങ്ങനെ ഖണ്ഡിതമായ ധൈര്യം കാണിപ്പാൻ ഇടവരരുതെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല, കോട്ടകളെ എടുപ്പാൻ ദൈവസേനയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിന് അനുസരണമായി പിടിച്ചടക്കി. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, നമ്മുടെ ഉള്ളില് ഈ ഉയർച്ചകൾ എപ്പോഴും കാണാൻ കഴിയും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിച്ചിട്ട് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി വരുന്ന എല്ലാ ചിന്തകളിൽ വരുന്ന ഉയർച്ചകളെയും ദൈവത്തിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കുന്ന ഒരു പ്രക്രിയയാണ് ആത്മാവ് നമ്മൾ ചെയ്യുന്നത്. നമുക്കറിയാം, ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ ഒമ്പതാമതായിട്ട് പറയുന്ന ഒരു കാര്യം ഇന്ദ്രിയജയം എന്നാണ്. ഇംഗ്ലീഷിൽ അതിന് സെൽഫ് കൺട്രോൾ, സ്വയം നിയന്ത്രണം എന്നാണ് പറയുന്നത്. നമ്മള് ദേഹിയുടെ തലത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് നമുക്ക് നമ്മുടെ മേലൊരു നിയന്ത്രണവും ഇല്ലായിരുന്നു. നമ്മുടെ ജഡമായിരുന്നു നമ്മളെ നയിച്ചിരുന്നത്. പ്രകോപിപ്പിക്കപ്പെടുമ്പം നമ്മൾ വായിൽ വരുന്ന എല്ലാം പറയും, ശാപവാക്കുകൾ ഉച്ചരിക്കും, കുത്തുന്നത് പോലെ സംസാരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ശീലിച്ചിരുന്നത്. പക്ഷെ നമ്മൾ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് വീണ്ടും ജനിച്ച് ദൈവത്തിന്റെ ആത്മാവിന്റെ പിന്നാലെ നടക്കുമ്പോൾ ആത്മാവാണ് നമ്മളെ നടത്തുന്നത്. നമ്മളൊരു പാട്ടില് ഇങ്ങനെ പാടാറുണ്ടല്ലോ, ആത്മാവാം വഴി കാട്ടി എന്നെ സദാ നടത്തി. അവിടെ ആത്മാവ് നമ്മളെ നടത്തുക ചെയ്യുന്നത്, നമ്മൾ നടക്കുകയല്ല. നമ്മൾ പുതിയ പാട്ടുകളൊക്കെ ഉണ്ട്, നിന്നതല്ല ഞാൻ, ദൈവം നമ്മെ നിർത്തിയതാം എന്ന് പറഞ്ഞതുപോലെ ഈ വീണ്ടും ജനിച്ച ഒരാള് സ്വയം നടക്കുകയല്ല ചെയ്യുന്നത്. ദൈവത്തിന്റെ ആത്മാവ് അവനെ കൈപിടിച്ച് നടത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ സത്യങ്ങളിലേക്ക് അവന്റെ ഹൃദയത്തിന്റെ കണ്ണുകളാണ് തുറക്കപ്പെടുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിലെ തന്റെ വിളിയോടുള്ള ബന്ധത്തില് അപ്പോസ്തലൻ പറയുമ്പോൾ രാജാവിന്റെ മുമ്പിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 26-ാമത്തെ അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 26:18 മുതലുള്ള വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ അവകാശം ലഭിക്കേണ്ടതിന് അവരെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിന് ദൈവത്തിങ്കിലേക്ക് തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ ഇടയിൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. അപ്പം കർത്താവ് പൗലോസുമായിട്ട് കണ്ടുമുട്ടൽ നടന്നപ്പം അപ്പോസ്തലനെ ഏൽപ്പിച്ചൊരു കാര്യം ഇതാണ്: അവർക്ക് പാപമോചനവും എന്നുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കുന്ന അവകാശം ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാൻ. ആ കണ്ണെന്ന് പറയുന്നത് ആന്തരിക കണ്ണ, ആത്മാവിലുള്ള കണ്ണ. അതുകൊണ്ടാണ് എഫെസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1:17, 18, 19 വാക്യങ്ങളിൽ അപ്പോസ്തലൻ ഇങ്ങനെ എഴുതി: നമ്മുടെ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ദർശനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവിനെ നൽകേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്. അപ്പൊ നമുക്ക് നമ്മുടെ ദേഹിയുടെ തലത്തിൽ, നമ്മുടെ മനസ്സിന്റെ തലത്തിൽ വചനത്തിലൂടെ എന്താണ് ദൈവേഷ്ടം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും മാനുഷിക രീതിയിൽ. പക്ഷെ ആ ദൈവേഷ്ടം നമുക്ക് പരീക്ഷകൾ ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതിന്റെ കാരണം നമ്മുടെ ജഡത്തിന് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാൻ കഴിയത്തില്ല. ജഡത്തിന്റെ ചിന്ത മരണമാണ്.
പക്ഷെ നമ്മളെ ആത്മാവിൽ നമ്മുടെ ആന്തരിക കണ്ണുകൾ തുറന്ന് എന്തിനാ എന്നെ വിളിച്ചെന്നുള്ളതിനെ കുറിച്ചുള്ള ഓരോ പരീക്ഷയിലും അവന്റെ വിളിയാനുള്ള ആശ, അവൻ എന്തിനെ വേണ്ടിയായിട്ട് എന്നെ വിളിച്ചതെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആന്തരിക ബോധ്യം എനിക്ക് കിട്ടുമ്പം പരിശുദ്ധാത്മാവിന്റെ ശക്തിയും കൂടെ എൻ്റെ മേൽ വരുന്നുണ്ട്. എന്നിട്ട് എന്തിനു വേണ്ടി എന്നെ വിളിച്ചു എന്ന് ഞാൻ കണ്ടെത്തി അതിനുവേണ്ടി എന്നെ തന്നെ സമർപ്പിക്കും. അവിടെ എൻ്റെ ഇഷ്ടമല്ല ഞാൻ ചെയ്യുന്നത്, എന്നെ വിളിച്ച പിതാവിന്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നത്. അവിടെ ഞാൻ എപ്പോഴും എൻ്റെ സ്വയത്തെ ത്യജിച്ചിട്ട് ദൈവേഷ്ടത്തെ തിരഞ്ഞെടുക്കുന്നു. ഇപ്പൊ ഈ ആന്തരിക കണ്ണു തുറന്നൊരു വ്യക്തിക്ക് മാത്രമേ പരീക്ഷകളുടെ സ്ഥാനത്ത് ഈ സത്യം കണ്ടെത്താനായിട്ട് കഴിയത്തുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, കുടുംബജീവിതത്തില് അങ്ങനെ ആന്തരിക കണ്ണു തുറക്കപ്പെട്ട ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ ഭാഗത്തു നിന്നൊരു പ്രകോപനം ഉണ്ടാകുമ്പോൾ ആത്മാവിൽ ഇവിടെ തന്നെ എന്തിനാ വിളിച്ചെന്ന് അവൻ കണ്ടെത്തും. ഭാര്യയെ സ്നേഹിക്കാനാണ്, ഭാര്യയോട് കയ്പില്ലാതിരിക്കാനാണ്, ഭാര്യയ്ക്ക് മാതൃകയായിരിക്കാനാണ് എന്നെ വിളിച്ചതെന്നുള്ള ആന്തരിക ബോധ്യത്തിൽ നിന്ന് ആ ഭർത്താവ് അവിടെ നിശബ്ദനായിരിക്കും. നിശബ്ദനായിരിക്കുക മാത്രമല്ല, ഭാര്യയുടെ ഭാഗത്തു നിന്ന് വരുന്ന വീഴ്ചകളെ ക്ഷമിക്കുകയും ദോഷങ്ങളെ കണക്കിടാതിരിക്കുകയും ഉതിർന്നു പോകാത്തൊരു സ്നേഹത്തിൽ നിലനിൽക്കുകയും ചെയ്യും. അതേസമയം ദേഹിയിൽ ഈ സത്യം ഗ്രഹിച്ച ഒരു മനുഷ്യൻ, അവന് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ അവിടെ പരീക്ഷയിൽ അകപ്പെട്ടു പോകും. കയ്പിന് അടിമപ്പെടും, സ്നേഹം നഷ്ടപ്പെടും എന്ന് പറഞ്ഞ ക്ഷമ നഷ്ടപ്പെടും, പൊറുക്കാത്ത മനോഭാവം ഉണ്ടാകും, കയ്പിന്റെ മനോഭാവം ഉണ്ടാകും, വെറുപ്പിന്റെ മനോഭാവം ഉണ്ടാകും, കൂട്ടായ ഹൃദയബന്ധ അകന്നു പോകുന്ന കാണാൻ കഴിയും. അതിന്റെ കാരണം ഈ അവിടെ എഫേസ്യർ 1:17 അപ്പോസ്തലൻ ആ കാര്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 3 വർഷക്കാലം അപ്പോസ്തലൻ എഫെസോസിൽ ഉണ്ടായിരുന്നു. അപ്പോസ്തലൻ തന്നെയാണ് സഭ സ്ഥാപിച്ചത്. തന്റെ തന്നെ വാക്കുകളിൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 20 ഇങ്ങനെ വായിക്കുന്നുണ്ട്, 3 സംവത്സരം രാവും പകലും വ്യക്തിപരമായിട്ട് ഓരോരുത്തരും വീട് തോറും ഞാൻ നിങ്ങളോട് ഈ ദൈവത്തിന്റെ ഉപദേശം അറിയിച്ചെന്നാ പറയുന്നത്. നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലനെ പോലെ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുള്ള ഒരാള് വേറെ ആരെയും നമുക്ക് കണ്ടെത്താൻ കഴിയത്തില്ല. അങ്ങനെ 3 സംവത്സരം താമസിച്ച് ഈ ദൈവിക സത്യങ്ങള് പ്രയോജനമുള്ള ഒന്നും മറച്ചു വെക്കാതെ സകലവും അവരെ ഉപദേശിച്ച അപ്പോസ്തലൻ പിന്നെ അവർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നൊരു കാര്യം, യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ തന്നെ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ദർശനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ നൽകി നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയുള്ള ആശയം നിങ്ങൾ ഗ്രഹിക്കണമെന്നാണ്. അതിന്റെ അർത്ഥം, തനിക്ക് ചെയ്യാവുന്നതിന്റെ 100% എന്നാൽ ചെയ്തെങ്കിലും ഇനി ദൈവം തന്നെയാണ് നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കേണ്ടത്. നമ്മള് 2 കൊരിന്ത്യർ 3 വായിച്ചൊരു കാര്യം ഇതായിരുന്നു, കർത്താവിലേക്ക് തിരിയുമ്പോൾ ഈ മൂടുപടം നീങ്ങിപ്പോകുന്ന. അപ്പൊ നമ്മള് വീണ്ടും ജനിച്ചതിന് ശേഷം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന നമ്മൾ കർത്താവിലേക്ക് തിരിയണം, ആത്മാവിലേക്ക് തിരിയണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തില് അതിന്റെ 5-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 16-ാമത്തെ വാക്യവും 17-ാമത്തെ വാക്യവും, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കില്ലെന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. അപ്പം നമ്മളെ വീണ്ടും ജനിപ്പിച്ചതിന്റെ ഉദ്ദേശം ഈ ആത്മാവിനെ അനുസരിച്ചല്ലേ, ആത്മാവിനെ പിന്തുടരാനാണ്. നമ്മൾ പിന്നിൽ നിന്ന് കേൾക്കുന്ന ഈ ആത്മാവിന്റെ ശബ്ദമാണ്, വഴി ഇതാകുന്നു, ഇതിലെ നടന്നുകൊള്ളുവീൻ. ഓരോ പരീക്ഷയുടെ സ്ഥാനത്തും ആത്മാവിൽ നിന്നാണ് നമ്മൾ ഈ ശബ്ദം കേൾക്കുന്നത്, ദേഹിയിൽ നിന്നല്ല, ആത്മാവിൽ നിന്ന്. ആ വചനം ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്നതാണ്. മത്തായി സുവിശേഷത്തിൽ കർത്താവിന്റെ പരീക്ഷയെക്കുറിച്ച് എഴുതി നിൽക്കുന്നിടത്ത് കർത്താവ് സാത്താനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന, വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ പരീക്ഷയുടെ സമയത്ത് ആത്മാവ് നമുക്ക് നൽകി തരുന്ന ചില വചനങ്ങളുണ്ട്. അതാണ് ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പം നമുക്ക് കിട്ടുന്നത്. നമുക്ക് ആ കാര്യങ്ങളെല്ലാം ആത്മാവ് തരുന്ന വചനം നമുക്ക് മനസ്സിലുണ്ടെങ്കിലും പരീക്ഷ നമ്മളെ സഹായിക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരാളുമായിട്ട് സംസാരിച്ചപ്പം ചില വചനങ്ങൾ കാണിച്ചു കൊടുത്തും പറഞ്ഞു, അയ്യോ അതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് അങ്ങനത്തെ ഒരു പരീക്ഷ വന്നപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാൻ കുഴങ്ങിപ്പോയി. പക്ഷെ യഥാർത്ഥത്തിൽ പരീക്ഷയില് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വചനം നൽകിയാണ് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത്.
അതുകൊണ്ടാണ് പറഞ്ഞ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്നും കൂടെ എഴുതിയിരിക്കുന്നു. അപ്പം സൗരന്മാരെ, പരീക്ഷകളിൽ നമ്മൾ ഈ ആത്മാവിലേക്ക് തിരിയാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാ പരീക്ഷയിലും ശ്രമിക്കുന്ന സ്വന്തം ശക്തി കൊണ്ട് അതിനെ ജയിക്കാനായിട്ടാണ്. പരീക്ഷത്വം അങ്ങനെ ഉണ്ടാവുന്നത്. നമുക്കറിയാം, നമ്മുടെ വിൽ പവർ കൊണ്ട്, അല്ലെ നമ്മുടെ സോളിഷ് പവർ കൊണ്ട് ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നീക്കാൻ പറ്റും. പക്ഷെ പരീക്ഷ ശക്തമാകുമ്പോൾ നമ്മുടെ എല്ലാ പിടുത്തം വിട്ട് നമ്മുടെ യഥാർത്ഥ രൂപം പുറത്തു വരും. എന്നാൽ നമ്മൾ ആത്മാവിലേക്ക് തിരിഞ്ഞു കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, ആത്മാവിലുള്ളത് മാത്രമേ പുറത്തേക്ക് വരത്തുള്ളൂ. ആത്മാവിലുള്ള കാര്യങ്ങളെക്കുറിച്ച്, ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് ഗലാത്യലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ. അത് അതിന്റെ 5-ാം അധ്യായത്തില് 22, 23 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇപ്പൊ നമ്മുടെ മനസ്സ് റോമർ 8:6 നമ്മൾ വായിച്ച 6-7 വാക്യങ്ങളിൽ ജഡത്തിന്റെ ചിന്ത മരണം എന്നുള്ള ലിവിങ് ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ജഡത്തിൽ വെച്ചിരിക്കുന്ന മനസ്സ് മരണം, ആത്മാവിൽ വെച്ചിരിക്കുന്ന മനസ്സോ ജീവനും സമാധാനവും തന്നെ. അപ്പൊ നമ്മുടെ മനസ്സ് പുതുക്കപ്പെടുന്ന അളവിൽ നമ്മൾ ആത്മാവിൽ നമ്മുടെ മനസ്സ് വെക്കും തോറും ആത്മാവിലുള്ള ഫലമാണ് നമ്മളിലൂടെ പുറത്തേക്ക് വരിക. നമ്മുടെ മനസ്സ് സ്പോഞ്ച് പോലെ. സ്പോഞ്ച് ഇപ്പം എന്തിലിടുന്നോ അതിനെയാ വലിച്ചു കുടിക്കുന്നത്. നമ്മുടെ മനസ്സാകുന്ന സ്പോഞ്ചിനെ നമ്മൾ ജഡത്തിലിട്ടാൽ ജഡത്തിന്റെ പ്രവൃത്തികൾ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരും. നമ്മുടെ മനസ്സാകുന്ന സ്പോഞ്ചിനെ നമ്മൾ ആത്മാവിൽ വെച്ചാൽ ആത്മാവിലുള്ളതിനെ അത് വലിച്ചെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരും. നമ്മുടെ ക്രിസ്തീയത്തിന്റെ പോരാട്ടത്തിൽ നമ്മൾ ഇതിൽ എവിടെ നിൽക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. ആത്മാവിൽ നമ്മൾ മനസ്സ് വെക്കുന്നോ, നമ്മുടെ ദേഹിയിൽ നമ്മുടെ മനസ്സ് വെക്കുന്നോ? നമ്മൾ ഒരിക്കലും ദേഹിയുടെ തലത്തിലാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് നമ്മൾ വായിച്ച ജഡത്തിനും മനസ്സിനും വികാരങ്ങൾക്കും ഇഷ്ടമായി ചെയ്തുകൊണ്ട് പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. പക്ഷെ ഇന്ന് നമ്മളതിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. എന്നെ തന്നെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ദേഹിയുടെ ശക്തിയാണ് നിഷേധിക്കുന്നത്. അതിനെയാണ് ഞാൻ ക്രൂശിക്കുന്നത്. അതുകൊണ്ടാണ് ശിഷ്യത്തിന്റെ വ്യവസായ കർത്താവ് പറഞ്ഞ, സ്വന്തം പ്രാണനെയും കൂടി ത്യജിക്കാത്തവന് എൻ്റെ ശിഷ്യനായിരിക്കാനായിട്ട് കഴിയത്തില്ല. സ്വന്തം ജീവനെയും കൂടെ ത്യജിക്കാത്തവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. അപ്പം നമ്മൾ ഒരിക്കലും അതിലാ ജീവിച്ചെങ്കിലും നമ്മൾ വീണ്ടും ജനിച്ചതിന് ശേഷം നമ്മുടെ മനസ്സ് അവിടുന്ന് പറിച്ചെടുത്ത് നമ്മൾ ആത്മാവിൽ വെച്ചിരിക്കുക. ആത്മാവിൽ വെച്ചിരിക്കുന്ന മനസ്സാണ് ജീവനും സമാധാനവും. നമുക്കറിയാം, ആത്മാവില് എപ്പോഴും സന്തോഷമുള്ള 1 Thessalonians 5:16, 17, 18 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, എപ്പോഴും സന്തോഷിപ്പീൻ. അതിന്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ തുടങ്ങുന്നത്, എപ്പോഴും സന്തോഷിപ്പീൻ. പക്ഷെ ഈ ജഡത്തിൽ വെച്ചൊരു മനസ്സിന് എപ്പോഴും സന്തോഷിക്കാൻ കഴിയത്തില്ല. കാര്യങ്ങൾ അനുകൂലമായിരിക്കുമ്പോൾ അത് സന്തോഷിക്കും. മിരിയാമിനെ പോലെ ചെങ്കടൽ കടന്നു കഴിയുമ്പം തപ്പെടുത്ത് നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കും. അതിന്റെ അക്കരെ നിൽക്കുമ്പം പിറുപിറുക്കും. ജഡത്തിൽ മനസ്സ് വെച്ചിരിക്കുന്ന ഒരാളുടെ പ്രത്യേകത അതാ. പക്ഷെ ആത്മാവിൽ മനസ്സ് വെച്ച ഒരാള് ചെങ്കടൽ അക്കരെ നിൽക്കുമ്പോഴും ഇക്കരെ നിൽക്കുമ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവനായിരിക്കും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സ് നമ്മൾ ആത്മാവിലെ വെച്ചിരിക്കുന്നെങ്കിൽ ആത്മാവിന്റെ ഫലത്തിൽ പറഞ്ഞ ഒന്നാമത്തെ സ്നേഹമാണ്. സ്നേഹം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ പലപ്പോഴും സ്നേഹം എന്ന് പറയുമ്പോഴും വൈകാരിക തലത്തിൽ അതിനെ അന്വേഷിക്കുന്നത്. ദൈവജനം സ്നേഹം എന്ന് പറയുന്നത്, അതിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞ സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, ദോഷം കണക്കെടുക്കുന്നില്ല, ചീർക്കുന്നില്ല, നിഗളിക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സ്നേഹം ഉതിർന്നു പോകത്തില്ല. സ്നേഹം ഉതിർന്നു പോവുകയെന്ന് പറഞ്ഞാൽ ഈ ക്ഷമയുതിർന്നു പോവുകയല്ല, കരുണയുതിർന്നു പോവുകയല്ല. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ വികാരത്തിൽ ആശ്രയിക്കുമ്പം, നമ്മുടെ ഇമോഷനിൽ നമ്മൾ ആശ്രയിക്കുമ്പം ചിലപ്പോൾ നമുക്ക് ഭയങ്കര സ്നേഹം തോന്നും. ഭാര്യഭർത്തവും നമുക്കത് അറിയാം. കുറച്ച് കഴിയുമ്പം, മിനിറ്റുകൾ കഴിയുമ്പം നേരെ എതിരായിട്ടുള്ള തലത്തിലേക്ക് നമ്മൾ പോകും. ക്ഷമിക്കാനും പൊറുക്കാനും കഴിയാതെ വെറുപ്പുള്ള ഒരു തലത്തിലേക്ക് പോകുന്ന കാണാൻ കഴിയും. അവിടെ നമ്മുടെ ദേഹി കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു കാലത്ത് നമ്മൾ ദേഹി കൊണ്ട് ജീവിച്ചിരുന്നവരാ. ദേഹിയുടെ തലത്തിൽ ജീവിക്കുന്നവർ മരിക്കും നിശ്ചയം. പക്ഷെ നമ്മൾ അവിടുന്ന് നമ്മുടെ മനസ്സ് പറിച്ചെടുത്ത് ആത്മാവിൽ വെൽക്കുന്നിടത്ത്, ആത്മാവിൽ ജീവിക്കുന്നിടത്ത് ആണ് ഈ പറഞ്ഞ വാക്യം നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമാകുന്നത്. എപ്പോഴും സന്തോഷിക്കാൻ കഴിയുന്ന, ഇടവിടാതെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന, എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യാൻ കഴിയുന്ന നമ്മൾ ഈ ആത്മാവിന്റെ തലത്തിൽ നിൽക്കുമ്പോഴാണ്.
നമ്മുടെ ദേഹിയുടെ തലത്തിൽ നിൽക്കുമ്പം കാര്യങ്ങൾ അനുകൂലമായിരിക്കുമ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ സന്തോഷിക്കും, സ്തോത്രം ചെയ്യും, പ്രാർത്ഥിക്കും. പക്ഷേ കാര്യങ്ങളൊക്കെ എതിരാകുമ്പം നമ്മൾ അസ്വസ്ഥരും കൈപ്പുള്ളവരും പകയ്ക്കുന്നവരും വെറുക്കുന്നവരും ആയിരിക്കും. അപ്പം കർത്താവ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ മത്തായിയുടെ സുവിശേഷത്തില് അതിന്റെ പ്രാരംഭ അധ്യായത്തില് യോഹന്നാൻ സ്നാപകൻ പറയുന്ന ഒരു കാര്യമുണ്ട്. 2-ാം അധ്യായത്തില് 3-ാം അധ്യായത്തില് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 10-ാം വാക്യം, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. അത് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് വേരോടെ പിഴുത് തീയിലിട്ട് ചുട്ട് കളയുന്നെന്നാണ്. നമുക്കറിയാം, ഒരു മരം വെട്ടിയാൽ വീണ്ടും കിളുത്ത് വരും. പലപ്പോഴും നമ്മൾ അങ്ങനെ ജീവൻ നയിക്കുന്നത്. നമ്മൾ ആകാത്ത ഫലം വരുമ്പം നമ്മളത് പറിച്ചു കളയുക ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ദേഹിയുടെ തലത്തിൽ ഒരു നന്മയില്ല. റോമർ 7 അപ്പോസ്തലൻ പറയുന്നുണ്ട്, എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, നമ്മുടെ ജഡത്തിൽ നമ്മൾ നിൽക്കുമ്പം, ആ തലത്തിൽ ജീവിക്കുമ്പം അതിൽ നിന്നും വല്ല നന്മയും വരുമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ വചനം പറയുന്നേ അവിടെ ഒരു നന്മയില്ല, അവിടുന്ന് വരുന്ന മുഴുവൻ മരണമാണ്. ആത്മാവിലാണെങ്കിൽ അവിടെ മരണമില്ല, അവിടെ ജീവൻ സമാധാനമേ ഉള്ളൂ. അവിടുന്ന് ഒരിക്കലും മരണം വരത്തില്ല. അപ്പം ദൈവം ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെക്കുറിച്ച് ഇവിടെ 10-ാം വാക്യത്തിൽ മത്തായി 3:10 സ്നാപകയോഹന്നാൻ പറയുന്നേ, ആകാത്ത ഫലം പറിച്ചു കളയല്ല, ഫലം കായ്ക്കുന്ന വൃക്ഷം വേരോടെ. ആ വൃക്ഷം ഏതാ? നമ്മുടെ ജഡത്തിന്റെ തലവാത്, അല്ലെ ദേഹിയുടെ തലവാത്. പലപ്പോഴും നമ്മുടെ ദേഹിയിൽ നിന്ന് തന്നെയാണ് സ്നേഹം വരുന്നതും ദേഹിയിൽ നിന്ന് തന്നെയാണ് വെറുപ്പ് വരുന്നതും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ആ വെറുപ്പിനെ പറിച്ചു കളഞ്ഞാൽ കാര്യങ്ങൾ നേരെയായി. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉറവയാ പ്രശ്നം, ആ വൃക്ഷമാ പ്രശ്നം, നമ്മുടെ ദേഹിയുടെ തലവാ പ്രശ്നം. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ജഡത്തെ അനുസരിച്ച് നടക്കരുത്, അല്ലെ സ്വന്തം ജീവനെ മരണത്തിന് ഏൽപ്പിക്കണം. അവിടെ ഒരു നന്മയില്ല. നമ്മള് കർത്താവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ആത്മാവിനാൽ നയിക്കപ്പെടണം, ആത്മാവിൽ ജീവിക്കണം. ഗലാത്യ ലേഖനത്തിൽ തന്നെ അതിന്റെ 5-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം, 25-26 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ട്. 25 ഗലാത്യർ 5:25-26, ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃഥാഭിമാനികളാകരുത്. അപ്പൊ ആത്മാവിനാൽ ജീവിക്കുക, അല്ലെ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. നമ്മൾ ആത്മാവിനാൽ ജീവിക്കുന്ന പറയുന്ന ഒരാള് ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ ബാധ്യസ്ഥനാണ്. ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ 5:16 നമ്മൾ വായിച്ച ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ഈ സത്യത്തിലേക്ക് ദൈവം നമ്മുടെ ആന്തരിക കണ്ണുകൾ തുറക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മൾ പലപ്പോഴും ക്രിസ്തീയത നയിക്കുന്നത് നമ്മളിൽ നിന്ന് തന്നെ നയിക്കുന്ന ഒരു ക്രിസ്തീയതമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. 2 കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 3-ാമത്തെ അധ്യായത്തില് 2 കൊരിന്തി 3-ന്റെ 4-ാമത്തെ വാക്യത്തിൽ 5-ാമത്തെ വാക്യത്തിൽ 2 കൊരിന്തി 3:5, ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വലുത് സങ്കല്പിക്കാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ. അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷന്മാരാകാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ഇവിടെ പറഞ്ഞ് ഞങ്ങളിൽ നിന്ന് സ്വയമായി എന്ന് പറഞ്ഞ് എന്നിൽ നിന്ന് തന്നെ ഒരു നന്മയെ വരുന്നില്ല. ഞാൻ എന്നിൽ നിന്ന് വരുന്നതിനെ മരണത്തിന് ഏൽപ്പിച്ചിട്ട് ആത്മാവിൽ നിന്ന് വരുന്ന കാര്യങ്ങളെയാണ് ഞാൻ അനുസരിച്ച് നടക്കുന്നത്. എനിക്ക് തന്നെ സ്വയമായിട്ടൊന്നും, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് സ്വയമായിട്ടൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഇവിടെ തന്നെ അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞങ്ങളിൽ നിന്ന് വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിപ്പാൻ. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ വായിക്കുന്ന ആത്മാവിന്റെ ചിന്ത ജീവന് സമാധാനവുമാണ്. അപ്പൊ എന്നിൽ നിന്ന് വരുന്നത് മരണമാണ്. പക്ഷെ ഞാൻ എപ്പോഴും ആത്മാവിൽ എൻ്റെ മനസ്സ് വെക്കുന്നു, ആത്മാവിന്റെ പിന്നാലെ ഞാൻ നടക്കുന്നു. അപ്പൊ ആത്മാവിൽ നിന്നാണ് ചിന്തകൾ എന്നിലേക്ക് വരുന്നത്, എന്നിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ദൈവജനത്തോടുള്ള ബന്ധത്തിൽ യാഥാർത്ഥ്യമാണ്. നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് വചനം പഠിച്ചിട്ട് പറയാൻ പറ്റും. ആത്മാവിൽ നിന്ന് ആത്മാവ് നമുക്ക് നൽകുന്ന വചനങ്ങളും നമുക്ക് പറയാൻ പറ്റും. ഈ ആത്മാവ് നൽകുന്ന വചനങ്ങളുടെ പ്രത്യേകത, അതൊന്നാമത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്യും. ആന്തരികമായ രൂപാന്തരം വരുത്തിയിട്ട് അതിന്റെ ഫലമായി ഇത് പുറത്തേക്ക് വരുന്നത്. തിയറി അല്ല, ഫലം. അത് ആത്മാവിൽ നിന്ന് പുറപ്പെട്ട് പുറത്തേക്ക് വരുന്ന. കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞല്ലോ,
എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ന് പറഞ്ഞ ആത്മാവിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകിക്കൊണ്ടേയിരിക്കും. ആത്മാവിൽ നിന്ന് പുറപ്പെട്ട് നമ്മുടെ ദേഹത്തിലൂടെ അത് പുറത്തേക്ക് വന്ന് ഒത്തിരി പേരെ അനുഗ്രഹിക്കും. ആത്മാവിന്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം. ശരിക്കും ആത്മാവിന്റെ തലത്തിൽ നിൽക്കുന്ന ഒരാളിൽ നിന്ന് ഈ കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ ജീവിതത്തെ നോക്കുമ്പോൾ അറിയാം, ചില സമയത്ത് ഇതൊക്കെ വരും, ചില സമയത്ത് കോപവും ക്രോധവും ശാഠ്യവും ഭിന്നതയും കയ്പും വെറുപ്പും ദുർമോഹങ്ങളൊക്കെ വരും. അതിന്റെ കാരണം നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതിന്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കുന്നിടത്ത് അതിന്റെ കാരണമാണ് നമ്മൾ 3:16-17 വായിച്ച ആത്മാവിലേക്ക് നമ്മൾ തിരിയുന്നില്ല. ആത്മാവിലേക്ക് തിരിയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, ആത്മാവ് കർത്താവാണ്. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഏത് സ്വാതന്ത്ര്യമാണ്? പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ കോപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, കയ്പിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ദുർമോഹങ്ങളിൽ നിന്ന്, പിണക്കത്തിൽ നിന്ന്, ശാഠ്യത്തിൽ നിന്ന്, അസൂയയിൽ നിന്ന്, പകയിൽ നിന്ന്. അപ്പൊ നമ്മൾ ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ ആത്മാവിലേക്ക് തിരിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ നമ്മൾ വീണ്ടും ജനിച്ചെന്നുള്ള കാര്യം സത്യമായിരിക്കെ തന്നെ നമ്മൾ ഇന്നും നമ്മുടെ ദേഹിയുടെ തലത്തിലാണ് ജീവിക്കുന്നത്. പഴയ നിയമകാലത്തെ ആലയത്തോടുള്ള ബന്ധത്തിൽ പരിശുദ്ധ സ്ഥലത്തിന്, അതിപരിശുദ്ധ സ്ഥലത്തിനും പരിശുദ്ധ സ്ഥലത്തിനും ഇടയിൽ ഒരു കർട്ടൻ ഉണ്ടായിരുന്നു. ആ കർട്ടൻ കർത്താവിന്റെ ക്രൂശ് മരണത്തിൽ മേലെ തൊട്ട് അടിയോളം ചിന്തിപ്പോയി നമ്മൾ വായിക്കുന്നത്. അങ്ങനെ നമുക്ക് അതിപരിശുദ്ധ സ്ഥലത്തേക്കുള്ള ഒരു പ്രവേശനം ലഭിച്ചു എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ദേഹിയുടെ തലത്തിൽ 3 കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. 1 മനസ്സ്, 2 ഇച്ഛ, 2 വികാരം, 3 ഇച്ഛ, വില്ല്. ഇപ്പൊ നമ്മൾ പല വചനങ്ങളും കേട്ട് മനസ്സിലാക്കാറുണ്ട്, വൈകാരികമായിട്ട് നമ്മൾ ഇളക്കപ്പെടാറുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു വചനം, എനിക്ക് ഭയങ്കര അനുഗ്രഹമാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മളത് അനുസരിക്കാറില്ല. അനുസരിക്കുമ്പോഴാണ് ഈ തിരശീല, വില്ല്, ഇച്ഛയാകുന്ന തിരശീല തകർക്കപ്പെട്ടിട്ട് നമ്മൾ ദൈവിക സാന്നിധ്യത്തിലേക്ക്, ആത്മാവിലേക്ക് പ്രവേശിക്കാൻ ഇടയായിത്തീരുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊന്നും മിക്കവതും നമുക്ക് അനുസരിക്കാൻ കഴിയുന്നില്ല. കാര്യം നമുക്കറിയാം, മനസ്സിലായി, അനുസരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വില്ലിനെ നമ്മൾ തകർക്കണം. ഇച്ഛാശക്തിയിൽ ഒരു തകർച്ച സംഭവിക്കണം. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സമ്പൂർണ്ണ സമർപ്പണം ഉണ്ടാവണം. കേട്ട കാര്യം ഞാൻ അനുസരിക്കും. എബ്രായലേഖനത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. നമ്മെപ്പോലെ അവരും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നുവെങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായികൊണ്ട് അവർക്ക് ഉപകാരമായി വന്നില്ല. തുടർന്ന് അവിടെ പറയുമ്പം എബ്രായലേഖനം 4-ാം അധ്യായത്തില് ആരാ അവിടെ പ്രവേശിക്കുന്നതെന്ന് നമ്മൾ പറയുന്നുണ്ട്. അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അതിൽ പ്രവേശിപ്പാൻ 6-7 വാക്യങ്ങളാണ്. അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇടശേഷിച്ചിരിക്കാലും മുമ്പേ സദ്വർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകിയാലും. അപ്പൊ എന്തുകൊണ്ടാ അവർ വിശ്വാസത്തിലേക്ക് വന്ന് അനുസരിച്ചില്ല? ഇവിടെ പറയുന്ന അനുസരണക്കേട് നിമിത്തമാണ് അവർക്ക് പ്രവേശിക്കാൻ കഴിയാതെ പോയത്. അതുകൊണ്ട് 7-ാം വാക്യത്തിൽ പറയുന്നത്, ഇത്ര കാലത്തിന് ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുതെന്ന് മുമ്പേ പറഞ്ഞതുപോലെ. എങ്ങനെ ഹൃദയം കഠിനമാകുന്നേ? എബ്രായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന്. അപ്പൊ നമ്മൾ അനുസരണത്തിന്റെ വഴി നടക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം തകരുന്നത്. 16-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നുണ്ടത്. 16-ാമത്തെ സങ്കീർത്തനത്തില് എവിടെയാണ് എപ്പോഴും പ്രമോദം ഉള്ളതിനെ കുറിച്ച് പറയുമ്പോൾ 16-ാം സങ്കീർത്തനത്തില് അവിടെ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 16-ന്റെ 11-ാമത്തെ വാക്യത്തിലാണ്, ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്തു നിന്നും പ്രമോദങ്ങളും ഉണ്ട്. ഈ ആത്മാവിൽ എപ്പോഴും ഈ സന്തോഷത്തിന്റെ പരിപൂർണതയും വലതുഭാഗത്ത് പ്രമോദം ഉണ്ടെന്നാണ് വായിക്കുന്നത്. നമ്മുടെ ദേഹിയിൽ അതിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ദേഹിയെ വിട്ട് ആത്മാവിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനുഭവം ഇതായിരിക്കും. 1 തെസ്സലോനിക്കർ 5:16-17 വായിച്ച പോലെ എപ്പോഴും സന്തോഷിക്കാൻ കഴിയും, എപ്പോഴും പ്രാർത്ഥിക്കാൻ കഴിയും, എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യാൻ കഴിയും. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നത് ഈ ദേഹിയുടെ തലത്തിൽ നിന്നുകൊണ്ട് ഇത് ചെയ്യാനാണ്. അതാണ് റോമർ
8-ന്റെ 6 നമ്മൾ വായിച്ചത് ഈ ജഡത്തിന് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാൻ കഴിയത്തില്ല, അത് കീഴ്പ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും സന്തോഷിക്കത്തില്ല, അവിടെ എപ്പോഴും പ്രമോദം ഉണ്ടാവത്തില്ല, അവിടെ സന്തോഷത്തിന്റെ പരിപൂർണത ഉണ്ടാവത്തില്ല, അവിടെ അത് വികാരങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ആത്മാവിന്റെ തലത്തിലേക്ക് നമ്മൾ ആത്മാവിലേക്ക് തിരിയുന്നിടത്ത് അവിടെ എപ്പോഴും ഉള്ളൊരു കാര്യം ഇതാ. അപ്പൊ നമ്മള് ഈ അനുസരണത്തിന്റെ അനന്തരഫലമായിട്ടാണ് നമ്മുടെ ഹൃദയം തകർക്കപ്പെടുന്നത്. പാപത്തിന്റെ ചതിയാലാണ് കഠിനപ്പെടുന്നത്. അനുസരണത്തിലൂടെ സംഭവിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഹൃദയങ്ങൾ തകർക്കപ്പെടുക ചെയ്യുന്നത്. നമ്മൾ സംഗീതം ഇങ്ങനെ വായിക്കുന്ന, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ആ തകർച്ച സംഭവിക്കുന്നത് നമ്മുടെ വില്ലിൽ അനുസരിക്കാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നിടത്താണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ നിഴലിട്ടിട്ട് അനുസരണത്തിന്റെ ദാസന്മാരായിട്ട് നമ്മൾ തീരുന്നത്. റോമാലേഖനം 6-ാം അധ്യായത്തില് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. റോമർ 6 അതിന്റെ 17-ാമത്തെ വാക്യം, അല്ലെ 16 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്ന ദാസന്മാരാകുന്നു എന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഇവിടെ സംഭവിച്ചൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച്. ഈ അനുസരണത്തിന്റെ അനന്തരഫലമായിട്ടാണ് ഈ നീതിയുടെ ദാസന്മാരായിട്ട് നമ്മൾ തീരുന്നത്. എബ്രായലേഖനം 5-ാം അധ്യായത്തിൽ കർത്താവിനെ കുറിച്ച് പറയുന്നിടത്തും എബ്രായർ 5-ന്റെ 7, 8, 9 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തു തന്റെ ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നതിനോട് ഉറച്ച നിലവിളിയോടും കണ്ണീരോടും കൂടെ അപേക്ഷയും അഭയാചനം കഴിക്കുകയും ഭയഭക്തി നിന്ന് ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. പലപ്പോഴും നമുക്ക് അനുസരണം ഭാരമുള്ളൊരു കാര്യമായിട്ടിരിക്കുന്നത് നമ്മൾ സ്വയശക്തി കൊണ്ട് അനുസരിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. പക്ഷെ നമ്മൾ ആത്മാവിലേക്ക് തിരിഞ്ഞ് ആത്മാവിനാൽ നടത്തപ്പെടുന്നിടത്ത് നമുക്ക് അനുസരിക്കുക എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. എബ്രായലേഖനവും 1-ാം അധ്യായത്തിൽ കർത്താവിനെ കുറിച്ച് പറയുന്നിടത്ത് അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. സദൃശവാക്യങ്ങള് 3-ന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. സദൃശവാക്യം 3:5 അവിടെ ഇങ്ങനെ വായിക്കുന്നേ, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതയെ നേരെയാക്കും. ഈ പാതയെ നേരെയാക്കുന്ന പ്രക്രിയ ദൈവമാണ് ചെയ്യുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ പറയുന്നേ, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. വിവേകം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അണ്ടർസ്റ്റാൻഡിങ് എന്നാ പറയുന്നത്, മനസ്സിലാക്കൽ. നമ്മുടെ ദേഹിയുടെ ഒരു വിവേകമുണ്ട്, ആത്മാവിന്റെ വിവേകമുണ്ട്. ദേഹിയുടെ വിവേകത്തിൽ നമ്മൾ ഊന്നുന്നിടത്ത് ഈ അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. പക്ഷെ ആത്മാവിന്റെ വിവേകത്തിൽ ഊന്നുന്നിടത്താണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ച ഈ സത്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഇടയായി തീരുന്നത്. ഈ കാര്യങ്ങള് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വെളിപ്പാടായിട്ട് നമുക്ക് നൽകുന്നിടത്ത് മാത്രമേ ഇത് നമുക്ക് ഉപകാരമായിട്ട് വരത്തുള്ളൂ. ഈ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മൾ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുന്നിടത്താണ്, ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് കാണുന്നിടത്താണ് ഈ സത്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് കാണുന്നത്. നമ്മുടെ ദേഹിയുടെ കണ്ണിന്റെ പ്രത്യേകത, അല്ലെ നമ്മുടെ മനസ്സിന്റെ പ്രത്യേകത, അത് കാണുന്നതേ അതിന് വിശ്വസിക്കാൻ കഴിയത്തുള്ളൂ, കേൾക്കുന്നതേ വിശ്വസിക്കാൻ കഴിയത്തുള്ളൂ. പക്ഷേ ആത്മാവിന്റെ പ്രത്യേകത, അത് ആന്തരിക കണ്ണുകൊണ്ടാണ് കാര്യങ്ങൾ കാണുന്നത്. ആന്തരിക ചെവി കൊണ്ട് കേൾക്കുകയും ആന്തരിക ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും മനം തിരികുകയും ചെയ്യും. മത്തായി 13-ൽ നമ്മളത് വായിച്ചായിരുന്നു. അതിന്റെ 14-ാം വാക്യത്തിന് അവസാനം പറയുന്നത്, ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും. അപ്പൊ ഒരാൾ തിരിയുന്നത് ഹൃദയം കൊണ്ട് ഗ്രഹിക്കുമ്പോഴാണ്. മനസ്സുകൊണ്ട് ഗ്രഹിക്കുന്ന ഒരാൾക്ക് കാര്യം അറിയാമെങ്കിൽ അവന് തിരിയാൻ കഴിയത്തില്ല. ഹൃദയം കൊണ്ട് ഗ്രഹിക്കുന്നിടത്താണ് അവൻ മാനസാന്തരപ്പെട്ട് തിരിയാനിടയായി തീരുന്നത്. നമ്മൾ ആത്മാവിന്റെ പിന്നാലെ ആത്മാവിലേക്ക് തിരിഞ്ഞ് നടക്കുമ്പോഴുള്ള പ്രത്യേകത,
ഇന്ന് നമുക്ക് ക്ഷമ ചോദിക്കുക എന്ന് പറയുമ്പം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ആത്മാവിലേക്ക് തിരിഞ്ഞ് ആത്മാവിനാൽ നടത്തപ്പെടുന്നിടത്ത് ക്ഷമ ചോദിക്കുക എന്ന് പറയുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അതിന്റെ കാരണം ആ വഴിയിലാണ് ജീവനുള്ളതെന്ന് നമുക്കറിയാം. റോമർ 8 അതുകൊണ്ടാണ് നമ്മുടെ 2-ാം വാക്യത്തിൽ വായിക്കുന്നത്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. യെശയ്യാ 30 അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, യെശയ്യാ പ്രവചനം 30 1-ാം വാക്യത്തിൽ, പാപത്തോട് പാപം കൂട്ടുവാൻ തക്കവണ്ണം എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും എൻ്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യുകയും. അപ്പൊ ആത്മാവിനെ കൂടാതെയും നമുക്ക് ജീവിക്കാൻ കഴിയും. നമ്മൾ പണ്ടെങ്ങനെ ജീവിച്ചു അതുപോലെ തന്നെ ഈ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരനുഗ്രഹങ്ങളും അനുഭവിക്കാതെ അരിഷ്ടരായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയും. എന്നാൽ ആത്മാവിനെ കൂടാതെ അല്ല, ആത്മാവിലേക്ക് തിരിഞ്ഞ് ആത്മാവിനാൽ നടത്തപ്പെട്ട് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നിടത്താണ് ഈ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം നമുക്ക് എളുപ്പമുള്ള കാര്യമായിട്ട് തീരുന്നത്. 1 യോഹന്നാൻ 5:3 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവന്റെ കൽപ്പനകളൊന്നും ഭാരമുള്ളവയല്ല. നമ്മൾ ഈ ദേഹിയുടെ തലത്തിൽ നിന്ന് ഈ കൽപ്പനകളെ അനുസരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നമുക്ക് വലിയ വിഷമമുള്ളൊരു കാര്യമാണ്, അസാധ്യമായൊരു കാര്യമാണ്. പക്ഷെ ആത്മാവിന്റെ തലത്തിലേക്ക് തിരിഞ്ഞു കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മൾ ആ പാട്ടി പാടുന്ന പോലെ, ആത്മാവാം വഴി കാട്ടി എന്നെ സദാ നടത്തി നമ്മൾ പാടുന്ന പോലെ, അവിടെ ആത്മാവ് നമ്മളെ കൈപിടിച്ച് നടത്തിക്കൊണ്ട് പോവുക ചെയ്യുന്നത്. അവിടെ നമ്മുടെ ഒരു ശ്രമമില്ല. പഴയ നിയമകാലത്ത് നമുക്കറിയാം, പുരോഹിതന്മാരുടെ വസ്ത്രത്തോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, വിയർപ്പുണ്ടാക്കുന്ന ഒന്നും ഒരു പുരോഹിതൻ ധരിക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ആത്മാവിന്റെ സ്വസ്ഥതയിൽ നമ്മൾ ജീവിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 3, 4, 5 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. നമ്മൾ ആത്മാവിലേക്ക് തിരിഞ്ഞിട്ടുണ്ടോ എന്നാണ് നമ്മളെ ശോധന ചെയ്യേണ്ടത്. ആ തിരിയേണ്ടത് നമ്മുടെ ദേഹിയിൽ നിന്നാണ്. പക്ഷെ വീണ്ടും ജനിച്ചതിന് ശേഷവും നമുക്ക് പറ്റുന്ന ഒരു പരാജയം, നമ്മൾ ദേഹിയിൽ തന്നെ ജീവിക്കാൻ ശ്രമിക്കുക ചെയ്യുന്നത്. നമ്മൾ ആത്മാവിലേക്ക് തിരിയുന്നില്ല. നമ്മൾ ദേഹിയുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ പുറകിൽ നിന്ന് ആത്മാവിൽ നിന്ന് കേൾക്കുന്ന ഉപദേശമല്ല. അവിടെ ശേപ്രത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിന്റെ ഉപദേഷ്ടാവ് ഇനി നിനക്ക് മറഞ്ഞിരിക്കത്തില്ല, നീ അവനെ കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മാവിൽ നമുക്ക് കർത്താവിനെ കാണാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ഒരു പാട്ടിൽ ഇങ്ങനെ പാടാറില്ലേ, ആത്മാവിൽ നിന്നെ കാണുന്നു ഞാൻ. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ ആത്മാവിൽ അനുഭവിച്ചറിയുന്നത്. നമുക്കറിയാം, ദൈവം പറയുന്നു, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ നടുവിൽ ഞാനുണ്ട്. പക്ഷെ നമുക്കത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ആ സാന്നിധ്യം. അതൊരു യാഥാർത്ഥ്യമാണ്. ഈ ആത്മാവിന്റെ തലത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മളത് അനുഭവിക്കുന്നത്. നമ്മുടെ ദേഹിയുടെ തലം കൊണ്ട് നമുക്ക് അത് അനുഭവിക്കാൻ കഴിയത്തില്ല. വൈകാരികമായിട്ടൊരു ഇളക്കപ്പെരിപ്പ് ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും, ഓ ഇന്ന് ഞാൻ ദൈവ സാന്നിധ്യം അനുഭവിച്ചു. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ ആ വൈകാരികമായ ഇളക്കം പോകുമ്പം അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. പക്ഷെ ആത്മാവിലേക്ക് നമ്മൾ തിരിഞ്ഞ് ആത്മാവിന്റെ തലത്തിൽ നിൽക്കുമ്പം ഈ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോടുകൂടെ പോരുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. മറ്റുള്ളവരോട് സംസാരിക്കുമ്പം നമുക്ക് ആ ദൈവത്തിന്റെ സാന്നിധ്യം ഫീൽ ചെയ്യും. ദൈവഭയം നമുക്ക് ഫീൽ ചെയ്യും. ആകാത്തൊന്നും വരാതെ നാം നമ്മെ തന്നെ സൂക്ഷിക്കും. യോഹന്നാൻ അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും തന്നെത്താൻ സൂക്ഷിക്കുന്നു. യോഹന്നാൻ 5:18 ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്ന ആരും പാപം ചെയ്യുന്നില്ലെന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടനവനെ തൊടുന്നില്ല. തന്നെത്താൻ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അവൻ ഈ സാന്നിധ്യത്തിൽ ജീവിക്കുക ചെയ്യുന്നത്. ദൈവഭയത്തിൽ അവൻ ജീവിക്കുന്നത്. അവനെ തൊടാൻ സാത്താന് കഴിയത്തില്ല. സൗരിസന്മാരെ, ഈ മഹത്വമുള്ള തേജസ്സുള്ള സുവിശേഷത്തിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഈ സത്യം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ നന്മകളൊന്നും അനുഭവിക്കാൻ കഴിയത്തില്ല. നിറഞ്ഞു കവിയുന്ന സമാധാനം, സ്വസ്ഥത, എല്ലാവരോടും ക്ഷമിക്കാൻ കഴിയുന്നൊരു മനോഭാവം, പൊറുക്കുന്ന മനോഭാവം, ദോഷം കണക്കിടാതിരിക്കാനായിട്ട് കഴിയുന്ന ഒരു മനോഭാവം ഒന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല. കാരണം ദേഹിക്ക് പരിധിയുണ്ട്, പക്ഷെ ആത്മാവിന് പരിധിയില്ല. ആത്മാവിനാൽ സകലവും സാധിക്കും. ഈ രാത്രി നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പം നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. ഞാനിങ്ങനെ ഒരു ഉദാഹരണം ചിന്തിച്ചിരുന്നു. അപ്പം ഡ്രൈവിംഗ് അറിയാവുന്നവരായിരിക്കും നമ്മൾ മിക്കവാറും പേര്. പക്ഷെ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ വണ്ടി നിന്നു പോയാൽ നമ്മൾ പലർക്കും ഒന്നും ചെയ്യാൻ അറിയത്തില്ല. ആ പാടെ ടയർ പഞ്ചറായാൽ അത് തിരിച്ചറിഞ്ഞ് മാറാൻ പറ്റും. വണ്ടി സ്റ്റാർട്ടാകുന്നില്ല,
നമ്മൾ വിളിക്കുന്ന ഒരു മെക്കാനിക്കിനെയാണ് വിളിക്കുക. അയാൾ വന്നാൽ വളരെ പെട്ടെന്ന് അത് കണ്ടെത്തും. ആ മെക്കാനിക്ക് ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു തകരാറ് വന്നാലും അവന് പെട്ടെന്ന് മനസ്സിലാക്കി അതിനെ റിപ്പയർ ചെയ്യാൻ പറ്റും. ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോഴും ദൈവം നമ്മൾ അങ്ങനെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നത്. വെറും ഓടിച്ചോണ്ട് പോകുന്നവരല്ല, ഒരു മെക്കാനിക്കിനെ പോലെ. എന്ന് പറഞ്ഞാൽ ആത്മാവിൽ നമ്മൾ വസിച്ച് ഈ സത്യങ്ങൾ ഗ്രഹിച്ച് നമ്മൾ വേറൊരാളായിട്ട് സംസാരിക്കുമ്പം എന്താണ് അവരുടെ പ്രശ്നമെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വഴിയെ നടക്കണം. അപ്പൊ ദൈവം അതാണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ ആത്മാവിനാൽ നടത്തപ്പെടണം, ആത്മാവിലേക്ക് തിരിയണം, ദേഹിയെ ഉപേക്ഷിക്കണം, അല്ല ജഡത്തോട് നമ്മൾ പോരാടണം, ജഡമോഹങ്ങളോട് പോരാടണം. ആത്മാവിന്റെ തലത്തിൽ നിന്നേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റേ നമ്മൾ ദേഹിയുടെ തലത്തിൽ നിന്ന് ചെയ്യുന്നിടത്ത് നമ്മൾ പരാജയപ്പെടത്തേ ഉള്ളൂ. അതുകൊണ്ട് ഈ രാത്രി ഈ സത്യങ്ങൾ കാണാൻ തക്കവണ്ണം നമ്മുടെ കണ്ണ് തുറക്കാനായിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭകളിലുള്ള യഥാർത്ഥ ഒരു ശരീരത്തിന്റെ പണി നടക്കുന്നത് ആത്മാവിലേക്ക് തിരിഞ്ഞിട്ടുണ്ടോ അങ്ങനെയുള്ളവർ കൊണ്ട് മാത്രമേ ഈ ഭിന്നതയില്ലാത്തൊരു ശരീരം പണിയാൻ പറ്റത്തുള്ളൂ. ആത്മാവിലേക്ക് തിരിഞ്ഞ് ആത്മാവിൽ നിന്ന് കേട്ട് ആത്മാവിനെ അനുസരിച്ച് നടന്ന് ആത്മീയ ജ്ഞാനത്തിൽ വർദ്ധിച്ചു വരുന്നവർക്ക് മാത്രമേ ഒരു ശരീരം പണിയാൻ കഴിയത്തുള്ളൂ. ഭിന്നതയില്ലാത്ത, കയ്പില്ലാത്ത, പരാതികളില്ലാത്ത ഒരാളുടെ ജീവിതത്തിൽ തെറ്റ് കാണുമ്പം തന്നെ ആള് ക്ഷമ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ക്ഷമിക്കുന്ന മനോഭാവം, കരുണ കാണിക്കുന്ന മനോഭാവം, ഇത് ഈ ആത്മാവിന്റെ തലത്തിലേ ഉള്ളൂ. ഇതെല്ലാം നമ്മുടെ ദേഹിയുടെ തലത്തിൽ ഇതിന്റെ എല്ലാം ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ അത് വളരെ പെട്ടെന്ന് നമുക്ക് നഷ്ടപ്പെടുന്നതാണ്. ഇപ്പം പണ്ട് ഒരു ഉദാഹരണം ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കലും ഒരു സന്യാസി ഇങ്ങനെ തപസ്സിരിക്കുമ്പോൾ പുള്ളിയുടെ താടിയാൽ ഒരു നീറ് കയറി. അപ്പം പുള്ളി ഇങ്ങനെ ചിന്തിച്ചു, അവരൊക്കെ അഹിംസ വിശ്വസിക്കുന്നവരാണ്, ഞാൻ അതിനെ പിടിച്ചെടുത്തുകൊണ്ട് വിടാൻ നോക്കിയാൽ ചിലപ്പോൾ അത് ചത്തുപോകും. അതുകൊണ്ട് പുള്ളി ഈ താടി കൊണ്ടുപോയിട്ടൊരു നീറും കൂടെ വെച്ചു കൊടുത്തു. നീറും കൂടെ ഇളകി ഈ നീറെല്ലാം കൂടെ പുള്ളി താടിയെ കൂടെ കയറി മുഖത്ത് വന്ന് കടിക്കാൻ തുടങ്ങി. പുള്ളി ഇതിനെ എല്ലാത്തിനെയും കൂടെ കൊന്നു, ഞെരടി കൊന്നു കളഞ്ഞു. ദേഹിയുടെ തലത്തിലുള്ള കരുണ അങ്ങനെ നമ്മൾ കരുണ കാണിക്കാനായിട്ട് ചെന്ന് എതിർഭാഗത്ത് നിന്ന് ഇച്ചിരി കട്ടിയുള്ള വാക്ക് വന്നാൽ ഉള്ള കരുണയും പോയി നമ്മൾ വളരെ അകന്നു പോകുന്ന അവസ്ഥ കാണാൻ കഴിയും. പക്ഷെ ദേഹിക്കൊരു പരിധിയുണ്ട്. പക്ഷെ ആത്മാവിന് പരിധികളില്ല. ആത്മാവിന്റെ കരുണ എന്ന് പറയുന്നത് തീർന്നു പോകാത്തതാണ്. അത് നമുക്ക് ദൈവത്തെക്കുറിച്ച് അതാ നമ്മൾ വായിക്കുന്നത്. അവന്റെ കരുണ രാവിലെ തോറും പുതിയതാണ്, അവന്റെ കരുണ തീർന്നു പോകാത്തതാണ്. അപ്പൊ നമ്മളെ ആത്മാവിന്റെ തലത്തിലേക്ക് വിളിക്കുമ്പോൾ നമ്മളിലും ദൈവം അങ്ങനെ തന്നെ പ്രവർത്തിയാണ് ചെയ്യുന്നത്. കർത്താവിന്റെ അതേ സ്വരൂപം, തീർന്നു പോകാത്ത കരുണയുള്ളവരെ, വിധിക്കാത്തവരെ, ദോഷം കണക്കിടാത്തവരെ, വീഴ്ചകളെ വളരെ പെട്ടെന്ന് ക്ഷമിച്ച് കൈപിടിച്ച് ഉയർത്തുന്നവരെ, മുന്നോട്ട് പോകാൻ ഉത്സാഹിപ്പിക്കുന്നവരെ, പരാജയപ്പെട്ട ഒരാളെ അടിച്ചിരുത്തുകയല്ല, കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച് മുന്നോട്ടോടാനുള്ള ഉത്സാഹം കൊടുക്കുന്നവരായിട്ട് തീരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മാവിലേക്ക് തിരിയേണ്ട ഒരു ആവശ്യമുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത് അങ്ങനെ ആത്മാവിലേക്ക് തിരിയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 3:18 വാക്യം, മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ക്രിസ്തുവിനെ പോലെ തന്നെ നമ്മൾ ആയിത്തീരുന്നു എന്ന് പറഞ്ഞാൽ സ്വരൂപത്തിൽ, സ്വഭാവത്തിൽ തീർന്നു പോകാത്ത ക്ഷമയുള്ളവര്, തീർന്നു പോകാത്ത കരുണയുള്ളവര്, ദോഷം കണക്കിടുന്നതിൽ മടുത്തു പോകാത്തവര്, ഉതിർന്നു പോകാത്ത സ്നേഹമുള്ളവര്. നമ്മൾ അതാണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത്? അതാണെങ്കിൽ നാം ആത്മാവിലേക്ക് തിരിയേണ്ട ഒരു ആവശ്യമുണ്ട്. അവിടെ മാത്രമേ ഇതെല്ലാം ഉള്ളൂ. നമ്മുടെ ദേഹിയിലുള്ളതിന് കുറെ അഭിനയിക്കാനേ കഴിയത്തുള്ളൂ. നമ്മുടെ ഉള്ള് വ്യത്യസ്തമായിരിക്കും, പുറമേ നമ്മൾ ചിലതൊക്കെ കാണിക്കാൻ പരിധിയുണ്ട്. അതുകൊണ്ട് ഈ രാത്രി ഈ സത്യങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകളെ തുറക്കാനായിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.